നമസ്കാരം. 2019 കോൺഗ്രസ് നേതാവായ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് MP ആയി മത്സരിക്കാനുള്ള തീരുമാനമെടുത്തപ്പോൾ, അല്ലെങ്കിൽ MP സ്ഥാനത്തേക്ക് മത്സരിക്കാൻ കാസർഗോഡ് എത്തിയപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് പോലും ഇദ്ദേഹത്തിൻ്റെ വിജയത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ മണ്ഡലത്തിൽ നിന്നും രാജ്മോഹൻ ഉണ്ണിത്താന് കിട്ടിയ പിന്തുണ, അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൻ്റെ സംഘടനാ ബലം മുഴുവൻ രാജ്മോഹൻ ഉണ്ണിത്താനൊപ്പം നിൽക്കുകയും അദ്ദേഹം അവിടുത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകളിൽ പല മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 2019 അദ്ദേഹം വിജയിച്ചു എന്ന് മാത്രമല്ല, 2024 ഈ കഴിഞ്ഞുപോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വിജയം നിലനിർത്തി. പക്ഷേ വിജയത്തിന് ശേഷം, തെരഞ്ഞെടുപ്പിന് ശേഷം, ഈ തെരഞ്ഞെടുപ്പിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാസർഗോഡ് മണ്ഡലത്തിലെ കോൺഗ്രസിനുള്ളിൽ ചില പൊട്ടിത്തെറികൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാണ്. പക്ഷേ ആ പൊട്ടിത്തെറികൾ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വിജയത്തെ യാതൊരു തരത്തിലും ബാധിച്ചില്ല. പക്ഷേ വിജയത്തിന് ശേഷം രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടെ പൊട്ടിത്തെറിയുണ്ടാക്കിയ, അല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താനുമായി പ്രശ്നങ്ങളുണ്ടാക്കിയ ചിലരെ പാർട്ടിയിൽ നിന്നും വെട്ടിമാറ്റിയതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്ന് KPCC ചില അംഗങ്ങൾക്കെതിരെ എടുത്ത നടപടി. KPCC അംഗം ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെയുള്ള ഏതാനും കാസർഗോട്ടെ കോൺഗ്രസ് നേതാക്കളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ഇപ്പോൾ KPCC പുറത്താക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പെരിയ ഇരട്ടക്കൊല കേസിലെ 13ാം പ്രതിയുടെ മകൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ഈ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ വന്നതോടെ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കം ഇത് വലിയ അപരാധമാണെന്നും ഇതൊരിക്കലും വച്ചു പൊറുപ്പിക്കാനാവില്ലെന്നും വിവാഹത്തിന് പോയ ആരെയും കോൺഗ്രസിനകത്തുണ്ടാവില്ല എന്ന് താൻ ഉറപ്പുവരുത്തുമെന്നുമൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ബാലകൃഷ്ണൻ പെരിയയെ പുറത്താക്കിയിരിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഇന്നൊരു വാർത്താ സമ്മേളനം നടത്തി. അതിൽ രാജ്മോഹനെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിവാഹത്തിൽ എല്ലാവരും പങ്കെടുത്തുവെന്നും ആ വിവാഹത്തിൽ പങ്കെടുത്തവരെല്ലാം കോൺഗ്രസ്സുകാരായിരുന്നുവെന്നും യൂത്ത് കോൺഗ്രസ്സാണ് ഭക്ഷണം വിളമ്പിയതെന്നും അടക്കമുള്ള പ്രത്യേക സാഹചര്യം അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല, രാജ്മോഹൻ ഉണ്ണിത്താൻ മറ്റ് ചില രാഷ്ട്രീയ കാരണങ്ങളാൽ തങ്ങൾക്കെതിരെ നടപടിയെടുക്കുകയായിരുന്നു. ഈ വിവാഹത്തിൽ പങ്കെടുത്തത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തിരുവനന്തപുരത്ത് അദ്ദേഹം ക്യാമ്പ് ചെയ്ത് പാർട്ടിയിൽ നടത്തിയ ചില ഉപജാപക പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഒരു വിഭാഗം ആളുകളെ ഇന്ന് KPCC പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് എന്ന് ബാലകൃഷ്ണൻ പറയുന്നുണ്ട്. മാത്രമല്ല, രാജ്മോഹൻ ഉണ്ണിത്താൻ ബ്ലാക്ക് മാജിക്കിൻ്റെ, ദുർമന്ത്രവാദത്തിൻ്റെ ഏറ്റവും വലിയ വക്താവാണ് എന്ന് അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. KPCC ഓഫീസിലും, എന്തിനേറെ പറയുന്നു, തൻ്റെ വീട്ടിൽ പോലും അറബിയിൽ എഴുതിയ ചില തകിടുകൾ കൊണ്ടിട്ടു എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതിൽ വിശ്വസിക്കാത്തത് കൊണ്ട് താൻ അന്ന് അത് പുറത്തു പറഞ്ഞിരുന്നില്ല. മാത്രമല്ല, മതങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ചില വർഗീയ പ്രവർത്തനങ്ങളും രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തി എന്നും ബാലകൃഷ്ണൻ പെരിയ എടുത്തു പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗുരുതരമായ ആരോപണം, കൃത്യമായി നെറ്റിയിൽ പൊട്ടുതൊട്ടിരുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് വന്നതിന് ശേഷം എന്തുകൊണ്ട് പൊട്ടുതൊടുന്നില്ല എന്നതിന് ഉത്തരവും അദ്ദേഹം പറഞ്ഞു വച്ചു. ഇത് ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് പരിശോധിപ്പിച്ച ശേഷം അവിടെ അലർജി ആയതുകൊണ്ടാണ് കുറി തൊടാത്തത് എന്നതായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ വിശദീകരണം. എന്നാൽ അത് പച്ചക്കള്ളമാണെന്നും എന്തെങ്കിലും ത്വക്കിന് പ്രശ്നമുണ്ട് എന്ന് തെളിയിച്ചാൽ താൻ എന്തു വേണമെങ്കിലും നൽകാമെന്നും ഇന്ന് ബാലകൃഷ്ണൻ പെരിയ വെല്ലുവിളിക്കുകയാണ്. രാജ്മോഹൻ ഉണ്ണിത്താൻ പൊട്ട് മാറ്റിയത് ചില വർഗീയ കാരണങ്ങളാലാണ്, മതപരവും രാഷ്ട്രീയവുമായ കാരണങ്ങളാലാണ് എന്ന് നേരത്തെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയുണ്ടായിരുന്നു. പക്ഷേ തൊലിപ്പുറത്തെ രോഗവും അലർജിയും ചൂണ്ടിക്കാട്ടിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അതിനെ പ്രതിരോധിച്ചത്. ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ സന്തത സഹചാരിയായിരുന്ന, രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കാസർഗോട്ടെ ഏറ്റവും വലിയ സഹായിയായിരുന്ന ബാലകൃഷ്ണൻ പെരിയ തന്നെയാണ് ഈ കുറി മായ്ച്ചു കളഞ്ഞത് മറ്റു പല കാരണങ്ങൾ കൊണ്ടാണ് എന്നും അലർജി പച്ചക്കള്ളമാണെന്നും പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും അത് രാജ്മോഹനെതിരെയുള്ള ഗുരുതരമായ ആരോപണമാണ്. ദുർമന്ത്രവാദവും കുറി ഉപേക്ഷിക്കലുമെല്ലാം നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടതുപോലെ തന്നെ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. അതും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട KPCC അംഗം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ഗുരുതരമായ ആരോപണം മുന്നോട്ട് വച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ മറുപടി എന്ത് എന്ന് ഇനി കാത്തിരുന്നു തന്നെ കാണണം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. പവേഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are
Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.